അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ചുമ്മാ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിലൊരു ലോണൊക്കെ എടുത്തിട്ട് നെവർ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് കിടക്കാം. എക്സൽ ഷീറ്റിൽ നമ്മൾ 2 ഓപ്ഷൻസ് ആണ് കൊടുക്കണം: വിത്തൗട്ട് ലോൺ, വിത്ത് ലോൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ കാർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ്. നമ്മൾ ഓടിച്ചുകൊണ്ട് വരുന്ന കാറ് പ്രിഡോമിനൻ്റ്ലി ഡിഫൈൻസ് അസ് എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റി ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർ മേടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാറ് മേടിക്കുമ്പോൾ അത് മേടിക്കേണ്ടത് ഫുള്ളി ക്യാഷ് കൊടുത്തിട്ടാണോ അതോ ലോൺ എടുത്തിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ കാറ് മേടിക്കുമ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ലോണിൻ്റെ കാര്യമാണ്. ലോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ കാർ എടുക്കാനുള്ള ഒരു തമ്പ് റൂൾ നോക്കിക്കഴിഞ്ഞാൽ 24-10 എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അതായത് 20% ആണ് അപ്രണ്ട് നമ്മൾ കൊടുക്കേണ്ടത്. 4 ഇയേഴ്സിൻ്റെ ടെന്യൂറാണ് നമ്മൾ എടുക്കേണ്ടത്. 10% ആയിരിക്കണം നമ്മുടെ ടോട്ടൽ മന്ത്ലി കാർ എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 1 ലക്ഷം രൂപയാണ് സാലറി എന്ന് വെച്ചാൽ 10,000 രൂപയുടെ കൂടുതൽ EMI വരരുത് എന്നൊക്കെയാണ് ഒരു മറ്റേ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്ന നിയമം എന്ന് പറയുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി അതിൽ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി വെരി വെരി ഫ്ലെക്സിബിൾ. സ്പെഷ്യലി ആ 4 എന്ന് പറയുന്നത്, ആ 4 എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ലോങ്സ്റ്റ് ടൈം ആയിരിക്കണം. കാരണം എനിവേ യു ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഒരു ഇനീഷ്യൽ ഡേയ്സിൽ കൂടുതൽ കൊടുക്കുന്ന ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ഓക്കെ, എനിവേ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എക്സൽ ഷീറ്റിൽ ഒരു പ്രോപ്പർ ഓൺ ദ ഗോ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ കാൽക്കുലേറ്റർ, ഈ എക്സൽ ഷീറ്റ് കാൽക്കുലേറ്റർ അല്ല ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻകം ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കാർ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര രൂപയുടെ കാർ മേടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളൊരു ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടൊരു കാൽക്കുലേറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ് മൈ കാർ കാൽക്കുലേറ്റർ എന്ന് മാത്രം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ വിൽ ബി ഏബിൾ ടു സെൻഡ് ദിസ് കാൽക്കുലേറ്റർ ഫോർ യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ ഫിനാൻഷ്യൽ കോണ്ടന്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഓൺടർപ്രണർഷിപ്പ്, ബിസിനസ്, പോഡ്കാസ്റ്റ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിനകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചാനലിനകത്ത് നോക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ആഡ് വാല്യൂ ടു യു. നിങ്ങളുടെ ഒരു വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിൽ ഐ എം ഷുവർ ഐ വിൽ കം ഹാൻഡി ടു യു, ഓർ മൈ കോണ്ടന്റ് വിൽ കം ഹാൻഡി ടു യു. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പല കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഹെഡ് ആൻഡ് റീഡ് ഇറ്റ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് സെൻസിബിൾ ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് ഇസ് യൂസ്ഫുൾ, ഗോ ഹെഡ് ആൻഡ് ക്ലിക്ക് ഓൾ ദീസ് ബട്ടൺസ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് കിടക്കാം. എക്സൽ ഷീറ്റിൽ നമ്മൾ 2 ഓപ്ഷൻസാണ് കൊടുക്കണം: വിത്തൗട്ട് ലോൺ, പിന്നെന്താ വിത്ത് ലോൺ. ഓക്കെ, ഈ വിത്തൗട്ട് ലോൺ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ എടുക്കാൻ പോകുന്ന കാറിൽ വെച്ച് 20 lakh rupees ആണ്. ഐ നോ 20 lakhs എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബേസിക് ആയിട്ടൊരു എമൗണ്ട് ആണ്. അപ്പോൾ ദർ ആർ വെഹിക്കിൾസ് ദറ്റ് വി ഓൾ ലൈക്ക് ടു ബൈ. നമ്മൾ ഇഷ്ടപ്പെടുന്ന വെഹിക്കിൾസിന് എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഒരു 50 lakhs എങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ ഫോർ 20 lakh ആൻഡ് സീ ഹൗ ദ റിസൾട്ട്സ് കം. അപ്പോൾ 20 lakhs വിതൗട്ട് ലോൺ എന്ന് പറയുന്നത് 20, 1, 2, 1, 2, 3, 2 lakh, 20 lakh. ഓക്കെ, വിതൗട്ട് ലോൺ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ കയ്യിൽ 20 lakhs ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ കാർ മേടിക്കാതിരിക്കാനായിരിക്കും നല്ലത്. അപ്പോൾ ഈ 20 lakhs എന്ന് പറയുന്നത് വിതൗട്ട് ലോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പോലും കൊടുക്കുന്നില്ല. 20 lakhs ഫുള്ളി നമ്മൾ ആ കാറിന് കൊടുക്കുകയാണ്. അപ്പോൾ 20, 1, 2, 1, 2, 3. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പുഷ്ഡ് എന്നുള്ളതാണ് എൻ്റെ സജഷൻ. നിങ്ങളുടെ അതിൻ്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു കാർ ലോൺ എടുക്കുകയാണെങ്കിൽ 4 വർഷത്തിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യണേക്കാളും ഭേദം ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യണത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പോകെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 5 years ആണ് ടിപ്പിക്കലി എല്ലാവരും എടുക്കുന്നത്. ലെറ്റ്സ് സേ ഒരു 7 yearsൻ്റെ ഒരു അസംഷനിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 20 lakhs നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. 20 lakhs അല്ല ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ 20 lakhs നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വിച്ച് ഈൽസ് അസ് ഒരു 12% റിട്ടേൺസ് എന്ന്, അത് 7 വർഷത്തിന് 12% റിട്ടേൺസ് ഈൽഡ് ചെയ്തിരുന്നെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് 44,21,000 ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വിതൗട്ട് ലോണാണ്, നമ്മൾ ഒരു രൂപ പോലും കൊടുക്കുന്നത്. ഇനി വിത്ത് ലോൺ എടുക്കാം. ഇപ്പോൾ വിത്ത് ലോൺ എടുക്കുമ്പോഴത്തേക്കും 20 lakhsൻ്റെ ഒരു വണ്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25% എങ്കിലും നമ്മൾ അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് സെൻസിബിൾ. ചിലപ്പോൾ 90% ഒക്കെ ഫണ്ട് ചെയ്യുന്ന ബാങ്ക്സ് ഉണ്ടാവും, പക്ഷേ എന്നാൽ തന്നെ 20-25% കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഒരു 5 lakhs കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് 20 lakhs ഉണ്ടല്ലോ, അതിനകത്ത് 5 lakhs ക്യാഷ് കൊടുക്കുകയാണ്. റിമൈനിങ് നമ്മുടെ 15 lakhs എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, 20 lakhs ഉണ്ടല്ലോ, 15,000 അല്ലേ ആയിട്ടുള്ളൂ, 1,50,000. ഓക്കെ, ഇത് 15 lakhs ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്.
ഓക്കെ, വിച്ച് വിൽ yield ജസ്റ്റ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിച്ച് വിൽ yield ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12%. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നോർമൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവർ എ പീരീഡ് ഓഫ് 5 to 7 years. ലെറ്റ് us assume that it gives us 12%. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോഴത്തെ കറണ്ട് റിസഷൻ സെനേറിയോയിൽ എവിടെയാണ് 12% കിട്ടിയിരിക്കണമല്ല. ഓൾ ദീസ് തിങ്സ് വിൽ പാസ് ത്രൂ. ഇതും കടന്ന് വാഴവേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 12% എടുക്കുമ്പോഴത്തേക്കും 15 lakhs വിൽ ബിക്കം 33 lakhs എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 7 years ഡൗൺ ദ ലൈൻ, ഇവിടെ 7 years ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ട ഇതാണ് വർഷം. 7 years ഡൗൺ ദ ലൈൻ ഈ 15 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 33 lakhs ആയി. നമ്മുടെ കാറ് 20 lakhs കാറ് എക്സാക്ട്ലി ഹാഫ് ദി എമൗണ്ട് ആവുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ കാർ വാല്യൂ എന്ന് പറയുന്നത് കാർ വാല്യൂ ആഫ്റ്റർ 7 years എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 10 lakhs ആണ്. 50% ആയിട്ട് റെഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ലെറ്റ് us say we are buying a car that will have some sort of value അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം കാറിൻ്റെ ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കിയ ബ്രാൻഡ് ന്യൂ കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ 5% ഡിപ്രിസിയേഷൻ പോകണം. ആൻഡ് എവറി ഇയർ 10% ആയിട്ട് അക്കൗണ്ടിങ് കാൽക്കുലേഷൻ അനുസരിച്ച് എവറി ഇയർ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റിൻ്റെ മുകളിൽ എന്തിനാണ് ലോഡ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 10 lakhs എന്ന് പറയുമ്പോൾ നമുക്ക് 7 years കഴിയുമ്പോൾ നമുക്ക് 43 lakhs നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരു ലോൺ എടുത്തിട്ടാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കാർ വിറ്റ് കഴിയുമ്പോൾ 10 ലക്ഷം കിട്ടുന്ന അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് വൈസ്ലി അറ്റ് ദി എൻഡ് ഓഫ് 7th year യു വിൽ ഹാവ് 43 lakhs വിത്ത് യു സേഫ്. ഇറ്റ് ഇസ് നോട്ട് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇനി EMI എന്താണ്? അപ്പോൾ EMI നമ്മളിത് ഇവിടെ കാർ ലോണിൻ്റെ ഒരു EMI ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 15 lakhs 8.5% 7 years EMI എന്ന് പറയുന്നത് 23,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 23,000 ആണ് EMI. ഇൻട്രസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. 4,95,000 5 lakhs ഉണ്ടാകും ഇരിക്കട്ടെ. 5 1 2 3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ടോട്ടൽ എമൗണ്ട് 19 lakhs ആണ് ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇൻട്രസ്റ്റ് ഈ EMI നമ്മൾ പേ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മിസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ടോട്ടലി 43 lakhs 7 years ഡൗൺ ദ ലൈൻ നമ്മൾ ഒരു വാല്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വളരെ സെൻസിബിളായിട്ടൊരു കാര്യം ചോദിക്കാം, അല്ല തോമസ് അങ്ങനെയാണെങ്കിൽ ഈ 23,000 rupees ഇവിടെ ഇത് ഫുള്ളി പേ ചെയ്തതിന് ശേഷം ഈ 23,000 EMI കൊടുക്കുന്നതിന് പകരം നമുക്ക് SIP കൊടുത്താൽ പോരെ? അത് നല്ല സെൻസിബിളായിട്ടൊരു ഐഡിയ അല്ലേ? അത് ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ 2 factors ഉണ്ട്. EMI എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്, ബാങ്ക് നമ്മുടെ നിന്ന് മേടിക്കും. പക്ഷേ SIP എന്ന് പറയുന്നത് നമ്മൾ ഒരു 3 മാസം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ റൺ ചെയ്യും. 4ാം മാസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ആപ്പിൽ 2 ക്ലിക്ക് ചെയ്താൽ മതി അത് സ്റ്റോപ്പ് ആവാം. സോ യുവർ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ് പ്യോർലി വിൽ ഗോ ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ യു. പക്ഷേ മറ്റത് വിൽ ബി ലിറ്റിൽ മോർ ഫോഴ്സ്ഡ്. ഇനി SIP ആണെങ്കിൽ പോലും ലെറ്റ് us go and see how much 23,000 rupees SIP 12% ആണ് ഗ്രോ ചെയ്യുന്നത്. 7 years ആണെങ്കിൽ 29 lakhs എത്തുന്നുള്ളൂ. സി, നമ്മൾ ഒരു കാർ ലോൺ എടുക്കാതെ നമ്മൾ ഫുൾ കാറിൻ്റെ എമൗണ്ട് പേ ചെയ്തതിന് ശേഷം അതൊരു SIP ചെയ്യുകയാണെങ്കിൽ വി എൻഡ് അപ്പ് വിത്ത് ഓൺലി 29 lakhs, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഗ്രോസ് at 12%. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ കാർ ലോൺ എടുക്കുകയാണ്, വൈസ്ലി ആ റിമൈനിങ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ സെൻസിബിളായിട്ട് നമുക്ക് EMI പേ ചെയ്തുകൊണ്ട് തന്നെ വിൽ ബി ഏബിൾ ടു ജനറേറ്റ് വെൽത്ത്. ഇനി ഇതിനകത്ത് ഒരു ഫാക്ടറും കൂടി ഞാൻ ആഡ് ചെയ്യാം, ഒരു SWP ഫാക്ടറും കൂടി ആഡ് ചെയ്യാം. അതായത് ലെറ്റ് us assume that നമ്മൾ 3rd year തുടങ്ങിയിട്ട് ഈ EMI ഫുള്ളി നമ്മുടെ ഇൻകത്തിൽ നിന്ന് പേ ചെയ്യാതെ ഈ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വളരെ ചെറുതായിട്ടൊരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 15 lakh ഇൻറ്റു 1.12% ആണല്ലോ. ഓക്കെ, ദ ഹോൾ റേസ് ടു 3 എന്ന് പറയുന്നത് 3rd year നമ്മുടെ വാല്യൂ നമ്മൾ എടുക്കുകയാണ്. ഈ 3rd year നമ്മുടെ വാല്യൂ ഇതാണ്. ഇതിൻ്റെ 5% ഓക്കെ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. ഇത് മനസ്സിലാവാത്തവർക്ക് താഴെ ഒരു 1-on-1 സെഷൻ നമുക്ക് അവൈലബിൾ ആണ്, അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കുക ആൻഡ് ദെൻ ഇത് ഡിവൈഡഡ് ബൈ 12 കൊടുക്കുക. സോ ദാറ്റ് വി കൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു മന്ത്ലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8,000 രൂപ തന്നെ നമുക്ക് ഒരു പണിയും ചെയ്യാതെ ആ SWP തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് സേ റൗണ്ട് അപ്പ് ചെയ്ത് 10,000 rupees എന്ന് വിചാരിക്കാം. ആൻഡ് ദാറ്റ് യു ക്യാൻ അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ് EMI ആൻഡ് ബി എ ലിറ്റിൽ മോർ ഫ്രീ ആഫ്റ്റർ 3 years. ആൻഡ് ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വേറെ ഇൻകം വരികയാണെങ്കിൽ യു ക്യാൻ close the car loan at the earliest and also make sure that your wealth is built properly. I would like to say that if you are picking up a car, അപ്പോൾ ആ ഇൻകം ഉണ്ടെങ്കിൽ
ഇൻകം ബേസ്ഡ് ആയിട്ട് മാത്രമേ നിങ്ങളുടെ കാർ വെക്ക് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് 2 BMW മേടിക്കാനുള്ള കാശ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു BMW മേടിക്കുക. അല്ലെങ്കിൽ ഐ വുഡ് സേ 3 BMW മേടിക്കാനുള്ള കാശ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു BMW മേടിക്കരുത്. അപ്പോൾ ലെറ്റ്സ് സേ ഒരു ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ഒരു വോക്സ് വാഗൻ വെൻറ്റോ അങ്ങനത്തെ വെൻറ്റോ അല്ലല്ലോ ഇപ്പോഴത്തെ വാട്ട് എവർ ദ വെഹിക്കിൾസ് അങ്ങനത്തെ മേടിക്കാനുള്ളൊരു ഫിനാൻഷ്യൽസ് ഇല്ലാത്ത ഒരാൾ ഷുഡ് നെവർ ഫോക്കസ് ഓൺ ബൈയിങ് BMW. പ്രൊവൈഡഡ് ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു ത്രൂ അവേ പ്രൈസിനെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് അതർവൈസ് വി ഷുഡ് നോട്ട് ഫോക്കസ് ഓൺ ദാറ്റ്. ഇതിൻ്റെ ബേസിക് റൂൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ EMI പേ ചെയ്യുന്ന ഷുഡ് നോട്ട് ബി മോർ ദൻ 10% ഓഫ് യുവർ ടോട്ടൽ ഇൻകം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 23,000 റുപ്പീസാണ് നമ്മുടെ EMI മന്ത്ലി പേ ചെയ്യണമെങ്കിൽ ഈ 23,000 റുപ്പീസ് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടുതലാവരുത്. വിച്ച് മീൻസ് ദറ്റ് ഇഫ് യു നീഡ് ടു അഫോർഡ് ഹാവ് എ 2 lakh റുപ്പീസിൻ്റെ കാർ അഫോർഡ് ചെയ്യണമെങ്കിൽ വിത്ത് എ ലോൺ ഓഫ് 15 lakhs അഫോർഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ സാലറി ഓഫ് അറൌണ്ട് 2 lakhs. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ചുമ്മാ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിലൊരു ലോണൊക്കെ എടുത്തിട്ട് നെവർ ഡു ദാറ്റ്. ബിക്കോസ് ദാറ്റ് ഇസ് ഗോയിൻ ടു കോസ്റ്റ് യുവർ വെൽത്ത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അല്ലെങ്കിൽ പിന്നെ ഒരു മേർക്കൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. പ്ലാൻ ദിസ് 20 lakhs ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് വർക്ക്. ഓക്കെ, എനിവേ, അപ്പോൾ ദ ലോങ് സ്റ്റോറി ഷോർട്ട്, I would be a strong advocate to tell you that go ahead and ഫണ്ട് യുവർ കാർ ലോൺ. നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കാതെ ബാങ്കിൽ നിന്ന് പൈസ എടുപ്പിച്ച് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് കൊടുത്ത് ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ജനറേറ്റ് മണി. അറ്റ് ദ സെയിം ടൈം വി വിൽ ബി ഏബിൾ ടു ഡ്രൈവ് എ ഡീസൻറ്റ് കാർ ആസ് വെൽ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് കരുതുന്നു. ഷെയർ വിത്ത് ഓൾ യു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോനെ കുറിച്ച് തോന്നിയത് താഴെ കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Until we see next time with an informative video, Thomas Berge signing off. Bye-bye.